നമസ്കാരം. നമ്മളുടെ ഇന്ത്യൻ നിയമവാഴ്ച, അതിൽ പോലീസ് മുതൽ കോടതി, അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരുപാട് കാര്യക്രമങ്ങളുണ്ടല്ലോ. ഈ പോലീസിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മുതൽ സുപ്രീം കോടതിയിലെ ആ ബെഞ്ചും ഈ ബെഞ്ചും മറ്റേ ബെഞ്ചും മറിച്ചേ ബെഞ്ചും പിന്നത്തെ ബെഞ്ചും അതിന് മേലെയുള്ള ബെഞ്ചെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 25 ഇയേഴ്സ് ഗോൺ. അതിൻ്റെ ഇടയിൽ പ്രതികളിൽ പല ആൾക്കാരും മരിക്കും. ഇതാണ് ഇന്ത്യയിലെ സ്ഥിതി. അതാണ്. ആയതുകൊണ്ട് തന്നെ ഒരു വെപ്പുണ്ട്. എന്താണ് വെപ്പ്? ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ പറയാറുണ്ട്, വീരേന്ദ്രമേനും 1,00,000 രൂപയും. ഇത്രയുണ്ടെങ്കിൽ ആരെയും കൊല്ലാമെന്ന്. ഇതാണ് സ്ഥിതി. എന്നാൽ ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ പരസ്യമായിട്ട് ഒരിക്കൽ ആന്ധ്രാപ്രദേശിലോ മറ്റോ ഒരു ഡോക്ടർ പെൺകുട്ടി ഒറ്റയ്ക്ക് വഴി കൂടെ പോകുമ്പോൾ, മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ, അവരുടെ മോട്ടോർ സൈക്കിളിലെ പെട്രോൾ തീർന്ന സമയത്ത് 4 യുവാക്കൾ വന്ന് പെട്രോൾ ഞങ്ങൾ തരാം, തൽക്കാലം അവിടെ ഇരിക്കൂ, ഇവിടെ പരസ്യമായിട്ട് നിൽക്കേണ്ട ഒരു കലിങ്ങിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. ഡോക്ടറാണ്. പോലീസ് വന്നു, ഈ 4 പേരോട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നിന്നു. ഓടാന്ന് പറഞ്ഞു. ഓടി. പിന്നിൽ കൂടെ ആരിപ്പ പോലെയാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? പോലീസിനെ വെട്ടിച്ച് പോലീസ് ആക്രമിച്ച് അവർ ഓടാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു, ഞങ്ങൾ വെടിവെച്ചു. എല്ലാവർക്കും അറിയാം. അന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ടോ, അപ്പം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെൽഫ് ഡിഫെൻസിൻ്റെ പേരിൽ വെടിവെച്ചതാണ്. അല്ലാതെ നല്ല ഉന്നാണ് കേട്ടോ. കാര്യം എല്ലാവരെയും കൃത്യമായിട്ട് ആദ്യം കാലുമൽ വെടികിട്ടി, അത് കഴിഞ്ഞാൽ നെഞ്ചത്ത് വെടിവെച്ചുള്ളൂ. ആദ്യം വീഴ്ത്തി, പിന്നെ കൊന്നു. അത് വേണം ഒരു പരിധിവരെ. ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതി അതാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കോടതിയിൽ കിടന്ന് കോടതി മുഖാന്തരം ജയിലിൽ പോയിട്ട് കിടന്ന് അർമാദിക്കുകയാണ്. അതിൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള സങ്കടം അവർക്കില്ല. ഭാര്യ മക്കളേക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു എന്ന് കാണാൻ പറ്റും എന്നുള്ള സങ്കടങ്ങളും അവർക്കില്ല. അപ്പോൾ അവർക്ക് ജയിൽ വാസം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ പോക്കറ്റടി കള്ളന്മാർ, പിക്ക് പോക്കറ്റ്, അങ്ങനെയുള്ള ആളുകളൊക്കെ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, ആ കേസ് ഞാൻ ഏറ്റെടുക്കണം സാറേ, എന്നെ ഒന്ന് ജയിലിലേക്ക് വിടാൻ. അവിടെ ഫ്രീ ശമ്പളം. ഒരു പനി വന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ 10 ഗ്രാം, 1 ലിറ്റർ 100 ഗ്രാം പാല്, ഇവരാ പാല് കട്ടത്തൈരാക്കി മാറ്റും. പോലീസുകാരറിയാതെ അവർ മിണ്ടില്ല, വാർഡന്മാരൊന്നും മിണ്ടില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറ്റം ചെയ്യാൻ പോകുന്നവർക്ക് ഒരു പാഠമാണ് കുറ്റം ചെയ്തവർക്കുള്ള ഈ പറഞ്ഞ ഇളിഞ്ഞ് പുളിഞ്ഞ ശിക്ഷ. ഒന്നും വരാൻ പോകുന്നില്ല. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഏത് കുറ്റവാളിയോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെയാണ്, ജാമ്യം തരട്ടെ, ജാമ്യം തരട്ടെ, ജാമ്യം തരട്ടെ. ഞങ്ങൾക്ക് എനിക്ക് ജാമ്യം കിട്ടി, എനിക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ സംരക്ഷിക്കുക, നിങ്ങളെ ജാമ്യം തരട്ടെ എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്ത് കുറ്റം ചെയ്താലും മുൻകൂർ ജാമ്യം, പൈസയുള്ളവന് മുൻകൂർ ജാമ്യം, പൈസ ഇല്ലാത്തവന് തന്നെ. ഇതാണ് സ്ഥിതിഗതികൾ. അന്വേഷണം 25 വർഷമൊക്കെയാണ് അന്വേഷണം നടക്കുക ഒരു കാര്യത്തെക്കുറിച്ച്. ഇവിടെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിലെ മുഖ്യപ്രതിയുടെ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു. ആ ഒരു കാര്യത്തിൽ നമ്മളുടെ യോഗി ആദിത്യനാഥിനെ നമുക്ക് ഒരു നെടുനീളൻ ദണ്ഡ നമസ്കാരം തന്നെ നടത്തേണ്ടതുണ്ട്. 1000 പ്രതികൾ രക്ഷപ്പെട്ടാലും 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നൊക്കെയും പറഞ്ഞ് എഴുതി വെച്ചിട്ട് എന്താ ഉണ്ടാകുന്നത്? 1000 അപരാധികൾ രക്ഷപ്പെടുന്നു, ഒരു നിരപരാധിയുടെ കാര്യം വാസ്തവത്തിൽ അവരാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ഏതായാലും അയോധ്യ രാമക്ഷേത്ര കൊള്ളയിലെ മുഖ്യപ്രതിയുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് പപ്പടം പൊടിച്ച പോലെയാക്കി. അതിന് യോഗി പറയുന്നൊരു വാക്കുണ്ട്, ഭഗവാന്റെ കാണിക്ക പണം കൊള്ളയടിച്ചവർ. അവരിനി ഒന്നും കൊള്ളയടിക്കരുത്, കത്രിയെ പൂട്ടിടുകയാണ് ചെയ്തിട്ടുള്ളത്. യോഗി ഇനി അത്തരം ആളുകൾ മുന്നോട്ട് വരരുത്. അല്ലെങ്കിൽ ആ ഒരു മനോഗതവുമായിട്ട് അമ്പലം കൊള്ളയടിച്ച് അവരെന്തോ ചെയ്യും? ഒരു 3 മാസം ജയിലിലിടും. എന്താ തെളിവ്? ഇതൊക്കെ എന്നെ തെളിവ്.
അയോധ്യ രാമക്ഷേത്ര കൊള്ളക്കേസിലെ മുഖ്യപ്രതി ലവകുശ മിശ്ര നിർമ്മിക്കുന്ന വലിയ വീട് 1 കോടി രൂപ വില മതിക്കുന്ന വീടിന് നേരെ ബുൾഡോസർ പ്രയോഗിക്കുമെന്ന് യോഗി ഭരണകൂടം. ഇവിടെ 1 കോടി എന്ന് പറയുമ്പോൾ വില കുറച്ച് കാണണ്ട കേട്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 1 കോടി കൊണ്ട് ഇത്രയും പോകുന്നൊരു വീടുണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഇത്രയും പോകുന്ന വീടുണ്ടാക്കാൻ പറ്റും. കാരണം അവിടുത്തെ കൂലിയുടെ കാര്യം അങ്ങനെയാണല്ലോ. പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വേണമല്ലോ ഇവിടെ സാധനം വാങ്ങിച്ച് നമുക്ക് ഇരുമ്പ് ഉരുക്കൊക്കെയും ഇവിടെ ചെയ്യാൻ. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു വീട് പണിയുമ്പോൾ അവിടെ സ്ക്വയർ ഫീറ്റിന് വരുന്ന കണക്കിൻ്റെ പകുതി പോലും അവിടെ വരില്ല. അപ്പോൾ വലിയ വീടാണ്. അയോധ്യ രാമക്ഷേത്ര കോളേജിൽ നിന്നുള്ള പണം കൊണ്ടാണ് ലവകുശ മിശ്ര അവിടെ വീട് പണിയുന്നത്. ഏതായാലും ആ വീട് ഇപ്പോൾ പൊടിപൂരമാക്കി. മറ്റേ ആദിത്യനാഥ് യോഗി പൊടിപൂരമാക്കി. ഇത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളതല്ല, ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ വെച്ച് ചിന്തിക്കുമ്പോൾ അത് പരിപൂർണമായിട്ട് ശരിയാണ്. ഇങ്ങനെയൊക്കെയും പലരോടും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തൂഫാൻ നടക്കുന്നുണ്ട്, തൂഫാൻ ഓപ്പറേഷനോ മറ്റോ നടക്കുന്നുണ്ട്. ഈ തൂഫാൻ ഓപ്പറേഷൻ നടത്തുന്നവർ നടത്തുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കള്ളിനെ കുറിച്ച്. വില കുറച്ച് കള്ള് കൊടുക്കുക, അപ്പുറത്തെ തൂഫാൻ, ഇപ്പുറത്തെ വില കുറച്ച് കള്ള്, അപ്പുറത്തെ തൂഫാൻ. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. അങ്ങനെ തൂഫാൻ ഇവിടെ നടപ്പാക്കിയിട്ട് ഇവിടെയുള്ള ആൾക്കാരെ പിടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിരോധിക്കണം. അതല്ല, ഈ MDMA വലിച്ചു നടക്കുന്ന ആളെ പിടിക്കണം. MDMA കൊണ്ടുവരുന്ന ആളെ മാത്രമല്ല, സോഴ്സ് കണ്ടെത്തിയിട്ട് അവരെ മാത്രമല്ല. ഇതിനിവിടെ പാടില്ല. കാര്യം കഴിഞ്ഞില്ലേ? പരസ്യമായിട്ട് സിഗരറ്റ് വലിച്ച് നടക്കാൻ പറ്റുമോ സൗദി അറേബ്യയിൽ? പരസ്യമായിട്ട് ചുക്ക വലിച്ച് നടക്കാൻ പറ്റുമോ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ? അത് നിരോധിച്ചിരിക്കുകയാണ് അവിടെ പരസ്യമായിട്ട് ബാറെന്ന് എഴുതി വെച്ചിട്ട് അവിടെ കള്ള് കുടിച്ച് ആടി നടക്കാൻ പറ്റുമോ? അവിടുത്തെ കള്ള് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കള്ള് കുപ്പി പെഗ് കണക്കല്ല. 1 ലിറ്റർ കള്ള് 2 ലിറ്റർ കള്ള് കുടിച്ചു എന്ന് പറയാം. എന്നാലാണ് ചെറുതായിട്ടൊന്ന് കണ്ണിനൊരു മഞ്ഞപ്പരൂപ്പിടുക. അങ്ങനെയുള്ള പച്ചവെള്ളം തുല്യമായിട്ടുള്ള കള്ള അവിടെ. ഇവിടെ ബീറിന് സമാനമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ബീറിനകത്ത് 16% മറ്റേ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് 50% അപ്പോൾ കുടിച്ചാൽ ഫിറ്റാവും. അപ്പോൾ തുടക്കക്കാർക്ക് അതൊരു LKG പിരീഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയില്ലേ, അപ്പോൾ തുടക്കക്കാർക്ക് അത് നല്ലതാണ്. കൂടുതൽ തുടക്കക്കാരെ ഉണ്ടാക്കുക, അപ്പുറത്തെ തൂഫാൻ എന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ വലിയ നിയമങ്ങളുണ്ടാകണം. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞ പോലെ എൻ്റെ മോളെ ഫാത്തിമയാണെങ്കിൽ അവിടെ കൈ ഞാൻ വെട്ടും. ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് കൈയില്ലാതെ നോക്കുക, കൈയില്ലാതെ കുറ്റകൃത്യം ചെയ്യുമ്പോൾ കൈവരാ നോക്കുക, അയ്യോ പിന്നെ കുറ്റകൃത്യം ചെയ്യില്ല. എന്നാലും കുറ്റകൃത്യങ്ങളുണ്ട്, തലയ്ക്ക് ഒറ്റ പിടിച്ച ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളുടെ നാട്ടിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൗണ്ടമണി സെന്തിൽ, അപ്പോൾ സെന്തിൽ എവിടെയോ പോയപ്പോൾ അവർ കൈക്കൂലി ചോദിച്ചു. തിരിച്ചു വന്നിട്ട് കൗണ്ടമണി പറഞ്ഞു, അയ്യാ അണ്ണാ അവർ കൈക്കൂലി ചോദിക്കുന്നുണ്ട്, ലഞ്ചം കേൾക്കരുതെങ്കിൽ. അദ്ദേഹം പറഞ്ഞ് കൊടുക്കടാ, ലഞ്ചം കൊടുക്കടാ, കവറിലെ എമൗണ്ട് താണ്ട ഗവൺമെൻറ്. അതാ പറഞ്ഞത്, കവറിലെ എമൗണ്ട് താണ്ട ഗവൺമെൻറ്. സത്യമല്ലേ? നമ്മളെ കേട്ട് ചിരിച്ചു. ഇപ്പോൾ സത്യം അതാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് നാഷണൽ ഹൈവേയുടെ നടുക്ക് നമുക്ക് ഒരു 10 സെൻറ്റ് സ്ഥലത്ത് അവിടെ വീട് പണിയാം. കുറച്ച് ലഞ്ചം കയ്യിലുണ്ടായാൽ മതി, കുറച്ച് കൈക്കൂലി കയ്യിലുണ്ടായാൽ മതി. അവിടെയും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു 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 സന്ദേശമാണിത്. അവർ കട്ടെടുത്തുണ്ടാക്കിയ വീട് ഇപ്പോൾ പപ്പടം പോലെ പൊടിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ സ്ഥിതി എന്താ? അയാളെ പിടിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, ഇയാളെ പിടിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അയാളെ പിടിക്കുന്നു, ചോദ്യം. ഇവിടെ ചോദ്യം ചെയ്യൽ എങ്ങനെയാ അറിയോ? 12 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇത് നടക്കുന്ന കാര്യമാണ്. 20 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇപ്പോൾ മറ്റേ ദുൽഖർ സൽമാനെ പിടിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഈ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നത് എന്താ അറിയോ? വില പേശൽ എത്ര തരും? ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ സംശുദ്ധമാക്കി വൈറ്റ് വാഷ് ചെയ്ത് ദുൽഖറിനെ പറഞ്ഞു വിടുക. ഇപ്പം നാളെയോ മറ്റന്നാളോ 16 മണിക്കൂർ ചോദ്യം ചെയ്തു. ദുൽഖർ കുറ്റവാളിയല്ല. 16 മണിക്കൂർ ചോദ്യം ചെയ്തതിൻ്റെ അർത്ഥം എന്താ? മിനിമം ഒരു 8 കോടി രൂപ പൊടിച്ചിട്ടുണ്ടാവും എന്നർത്ഥം. ഒരു ഡീല് നടക്കുകയാണ് അവിടെ. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വിട്ട് ആദിത്യനാഥ് യോഗിയുടെ ഉത്തർപ്രദേശിൽ ഒരു ഡീലുള്ള ഒന്നുമില്ല. വീടങ്ങോട്ട് നിരപ്പാക്കുക. കിട്ടുന്ന പൈസ പ്രധാനമായിട്ടും വീട്ടിലല്ലേ ചിലവിടുക. അത് മക്കളെ പഠിപ്പിച്ച് മക്കളെ ഹൈസ്കൂളിലോ കോളേജോ കുട്ടികളെ പിടിച്ചു കൊണ്ടിട്ട് പപ്പടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട് അങ്ങോട്ട് നിരപ്പാക്കുക. ഇനി പോയിട്ട് കട്ടോ, വീണ്ടും വീട് പണിതോ, വീണ്ടും ബുൾഡോസർ കൊണ്ടുവരാം.
പ്രതി ലവകുശ മിശ്ര നിർമ്മിക്കുന്ന വീട് അനധികൃത നിർമ്മാണമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അയോധ്യ വികസന അതോറിറ്റി ആണ് ബുൾഡോസർ കൊണ്ടുവന്നത്. അയോധ്യ ക്ഷേത്രത്തിൽ ജോലി കിട്ടിയതോടെ ലവകുശ മിശ്രയുടെ സാമ്പത്തിക സ്ഥിതി അടിക്കടി മേലോട്ട് ഉയരുകയാണ് ചെയ്തത്. വീട് തന്നെ ഇങ്ങനെ ഉയരാൻ തുടങ്ങി. അതിന് പിന്നാലെയാണ് ഈ കൂറ്റൻ വീട് വന്നത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നിർണായക യോഗം ജൂലൈ 6 നടക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റിയായ ഡോക്ടർ അനിൽ മിശ്രയുടെയും രാജിയിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ട്രസ്റ്റിൻ്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ജൂൺ 27 ചമ്പത് റായിയും അതുപോലെ അനിൽ മിശ്രയും തങ്ങളുടെ പദവികളിൽ നിന്ന് രാജിവെക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഏതായാലും ഈ ഒരു പരിപാടി ഇപ്പം കാണിക്കുന്ന ഈ ബുൾഡോസർ പരിപാടി എല്ലാം കൊണ്ടും വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടെ കണ്ടില്ലേ, ഓരോരുത്തരേക്കും കുട്ടികളെ കൊന്നിട്ട്, തന്തയെ കൊന്ന് തള്ളയെ കൊന്നിട്ട് ഭയാനകമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോകുന്നു. ജയിലിൽ പോയിട്ട് എന്താ വിചാരണ, കോടതി വിചാരണ, തെളിവുണ്ടോ? ആ ജയിലിൽ പോകുന്ന സമയത്ത് ആ ഗോവിന്ദസ്വാമി പോലും ജയിലിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രൻസിൻ്റെ പോലെ ഇരുന്ന ആളാണ്. ഇപ്പോൾ അയാൾ മോഹൻലാലിൻ്റെ പോലെ സുഖ തീറ്റയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ജീവപര്യന്തം അയാൾ എങ്ങനെ ജീവിച്ചിരുന്നത്? തെണ്ടി തിന്നിട്ടാണ് ജീവിച്ചിരുന്നത്. യാചകനായിരുന്നു. ആ യാചകത്വം വെച്ചുകൊണ്ടാണ് അയാൾ ജയിലിൽ പോകുന്നത്. ഇപ്പോൾ അവിടെ ശമ്പളമാണ്, മാസാമാസം ശമ്പളം ബാങ്കിലേക്ക് പോകും. അണ്ട് അയാളെ കയ്യിൽ കൊടുത്ത് അവിടെ ചിലവിടാൻ പറ്റില്ലല്ലോ. അയാൾ പോകുന്ന സമയത്ത് വലിയൊരു തുക കിട്ടും. ഇപ്പോൾ അവിടുത്തെ സ്ഥിതിയോ 3 നേരം സുഖ ശാപ്പാട്, കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം, അതുപോലെ ശുദ്ധജലത്തിലുള്ള കുളി, അതുപോലെ തന്നെ അച്ഛന്മാരേക്കും സന്ദർശിക്കാൻ വരുമ്പോഴേക്കും ബിസ്ക്കറ്റ് കൊടുക്കും, ബ്രെഡ് കൊടുക്കും, വായിക്കാൻ പുസ്തകങ്ങൾ കൊടുക്കും, തോർത്തുമുണ്ടുകൾ കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഇത്തരം ഈ രീതിയിൽ കുറ്റവാളികളെ ട്രീറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു പോകുക? വലിയ ചിന്താവിഷയമല്ലേ ഇത്? ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഇത് ഇന്ത്യയുടെ നിയമത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ സിസ്റ്റത്തിന് എതിരായിരിക്കാം. 1000 നിരപരാധികൾ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമത്തിൻ്റെ പേരിലാണ് ഇത്രയും വലിയ ട്രയലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? കുറ്റവാളികൾ ഇവിടെ കൊടി നാട്ടുന്നു. സത്യസന്ധരായിട്ടുള്ള ആളുകളെ അവർ വീണു പോകുന്നു, നാണം കെടുന്നു. ആയതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ഈ ബുൾഡോസർ പരിപാടിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 100% ഞാൻ കൺസെൻറ്റ് കൊടുക്കുകയാണ്. അതിനെ ഞാൻ ആശീർവദിക്കുകയാണ്, അല്ലെങ്കിൽ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ടും കൊടുക്കുകയാണ്. നമസ്കാരം.